അപ്പോൾ വില്ലേജ് ലൈഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ബ്രദർ വന്നിട്ട് എയർഫോഴ്സിലുണ്ടായിരുന്നു. അദ്ദേഹം 1971 വാറിൽ അവരുടെ വീടൊക്കെ കത്തിപ്പോയത്. പത്താംകോട്ടിൽ വാർ നടന്നപ്പം ബോംബിട്ടപ്പം അച്ഛൻ്റെ വീട്ടിലിരുന്ന സൈക്കിള്, അലമാര, ക്ലോത്ത് എല്ലാം കത്തിപ്പോയി. അപ്പോൾ എയർ ലിഫ്റ്റ് ചെയ്ത് അവർ പൂനാല കൊണ്ടുവിട്ടു. പൂനാലിരുന്ന് സിസ്റ്ററെയും വല്യമ്മയും എൻ്റെ വീട്ടിൽ കൊണ്ട് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രം വിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് ടാക്സി എടുത്ത് 71 എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വലിയച്ഛൻ തിരിച്ചു പോയി, വാറിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ മെമ്മറിയാണ്, പഴയ മെമ്മറീസാണ്. പക്ഷേ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വില്ലേജ് ലൈഫ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പം ഈ വലിയച്ഛൻ വരുമ്പോൾ എന്നെ കൊണ്ടിട്ട് എല്ലാ സ്ഥലങ്ങളും കറങ്ങാൻ പോകും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കന്യാകുമാരി ഒരു ദിവസം പോയപ്പം വലിയച്ഛൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു, ഒരു ക്ലിക്ക് 3 ക്യാമറ. അപ്പോൾ റെഡി, ഡോണ്ട് മൂവ്, സ്മൈൽ, അനങ്ങെല്ലാം പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ക്യാമറയെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ക്യാമറയൊക്കെ അന്ന് എക്സ്പെൻസീവ് ആണ്, ഫിലിം എക്സ്പെൻസീവ് ആണ്. ഒരിക്കലും നമ്മൾ ഇമാജിനേഷനിൽ മാത്രമേ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ക്യാമറ ഒന്നുമില്ല. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നിനക്ക് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ച് ഞാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കന്യാകുമാരി ഒരു ദിവസം ഞങ്ങൾ പോയപ്പം കന്യാകുമാരി പഴയ കന്യാകുമാരി എങ്ങനെയാണെങ്കിൽ ഒരു മണൽ തിട്ടെന്ന് പറയും, ഒരു സ്കിഡിങ് പോലെ ഇങ്ങനെ ഉണ്ട്. ഇന്ന് അതില്ല, ആക്ച്വലി എല്ലാം ഇതായിപ്പോയി, കടലകത്തേക്ക് കയറിപ്പോയി. അന്ന് ഞങ്ങൾ കളിക്കുന്നത് ഇപ്പോൾ വലിയ ഡെസേർട്ട് പോലെ ഉണ്ടാവും, അതിൽ കറങ്ങി താഴെ പോയിട്ട് അവിടെ നിന്ന് കയറി വരും. അങ്ങനെ ഭയങ്കര ഒരു കുട്ടികൾ കളിക്കാനുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡീപ്പായിരുന്നതാണ് കടലിന് മുമ്പ്. അപ്പം അതിൽ ഒരു റോക്കുണ്ട് അതിന് മുമ്പ്. ആ റോക്കിൽ ഞാൻ ഒന്ന് കയറിയിട്ട് അവിടെ സൺസെറ്റ് വന്നപ്പോൾ എല്ലാവരും സൺസെറ്റ് കാണാൻ അവിടെ കൂടിയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ക്യാമറ നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്, ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കണോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാനത് ക്യാമറ വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഫോട്ടോ അവിടെ വെച്ചെടുത്ത്. അപ്പോൾ ഇത് മാത്രമാണ് അനങ്ങാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ സണ്ണ് എടുക്കാൻ വേണ്ടി അവിടെ ക്യാമറ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഞാനൊരു ക്ലിക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ എടുത്ത ആദ്യത്തെ ഫോട്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് ക്യാമറ പിടിച്ചിട്ടില്ല. വലിയച്ഛൻ പോയി, പൂനെക്ക് പോയി, എല്ലാവരും പോയി. അവിടെ നിന്ന് കത്ത് വന്നു എൻ്റെ അച്ഛനക്ക്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് വന്നു, ഫോട്ടോ എല്ലാം നന്നായിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ കോപ്പി കൊണ്ടുവരാം. പിന്നെ അളകേഷിനെ വിളിക്കുന്നത്. അളകേഷ് എടുത്ത ഫോട്ടോഗ്രാഫർ ഡെവലപ്പ് ചെയ്തിട്ട് പറഞ്ഞ് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്രീഷിയേഷൻ കൊടുത്ത് എൻ്റെ അപ്രീഷിയേഷൻ ഒന്ന് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ അത് കത്ത് വായിച്ചിട്ട്, നീ ഏതോ ഒരു ഫോട്ടോ എടുത്തോന്ന് ചോദിച്ചു. അത് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് സൺ സെറ്റാകുന്ന ഒരു ഫോട്ടോ എന്ന്. അപ്പം ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്നന്ന്, 9, 8 അതിന് ജസ്റ്റ് ഓർമ്മ. അപ്പോൾ അത് നല്ല ഫോട്ടോ എന്നാണ് പറയുന്നത്. നീ എന്താ എടുത്തെന്ന് ഞാൻ പറഞ്ഞ്, ഒന്നുമില്ല, സണ്ണ് എടുത്തെന്ന്. പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് വന്നപ്പം ഞാൻ വലിയച്ഛൻ എന്താ ഫോട്ടോ, നല്ല ഫോട്ടോ എന്ന് പറഞ്ഞ്, എന്താ നോക്കടാന്ന് പറഞ്ഞു. അതിലൊരു സ്റ്റാർ പോലെ, ഫ്രണ്ടിലൊരു സ്റ്റാർ പോലെ ഇരുന്നു, സണ്ണുണ്ട് സ്റ്റാർ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്ത് എന്ന് ചോദിച്ചു. വരച്ചതാന്ന് ചോദിച്ചു. ഇല്ലടാ, ഇത് നീ എന്താ സ്റ്റാർ ഫിൽറ്റർ ഉപയോഗിച്ചാന്ന് അവർക്ക് ചോദിച്ചു. അവിടെ സ്റ്റാർ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അതെന്തോ ഞാൻ പറഞ്ഞു, അവിടെ എന്തോ ഉണ്ടായിരുന്നു എനിക്കറിയില്ലെന്ന്. എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും ഗ്ലാസ് പീസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതിലിരുന്ന് കിട്ടിയ ഒരു സ്റ്റാർ സ്പ്രേ ആയിരിക്കും അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയത്. അല്ലാതെ എനിക്കത് മനസ്സിലായില്ല. അതാണ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫി അപ്രീഷിയേഷൻ കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ BSc പോയി. BSc ഫിസിക്സ് പഠിക്കുകയാണ്. എൻജിനീയറിങ്, എൻ്റെ കൂടെ ഇരുന്ന ക്ലാസ്മേറ്റ്സൊക്കെ എൻജിനീയറിങ് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് എന്തോ എൻജിനീയറിങ് പോകണോ ഒരു കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നു. എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പഠിക്കണം. ഫോട്ടോഗ്രാഫി അപ്പം ഒരു ഇതായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മദർ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ആര് വന്നാലും ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ അമ്മ അടുക്കളയ്ക്ക് ഓടിപ്പോകും. എന്തെങ്കിലും ടക്ക് ചെയ്തിട്ട് ഉടനെ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഹാബിറ്റ് ഉണ്ടായിരുന്നു. ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ വിടത്തില്ല, ആര് വന്നാലും കാപ്പി കൊടുക്കാൻ വേണം. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ അമ്മ കിച്ചന് ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ കിച്ചണിൽ മാക്സിമം ഞാൻ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റായി അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ പറഞ്ഞു, ഞാൻ കാറ്ററിംഗ് ടെക്നോളജി പഠിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പം കാറ്ററിംഗ് ടെക്നോളജി ഇത് എന്താടാ നീ മറ്റേ കുക്കായിട്ട് പോകാൻ വേണ്ടിയെന്ന്.
ഇല്ല എന്തെങ്കിലും എനിക്ക് പഠിച്ച് ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും എനിക്കാണ്. അപ്പോൾ ഒന്ന് ചെയ്യാം, നമുക്ക് വേറെ കോഴ്സുകളൊക്കെ ഉണ്ട്. ടെക്സ്റ്റൈൽ ടെക്നോളജി, കെമിക്കൽ ടെക്നോളജി, ലെതർ ടെക്നോളജി, ഇങ്ങനെയൊക്കെ കോഴ്സുകളുണ്ട്, അത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവ് അലിൻഡ് കുണ്ട്രയിലായിരുന്നു. സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനാണ്. എൻ്റെ വീട്ടിലേക്ക് വന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ പഠിക്കാൻ പോകുന്നത്, ഒന്നും ആലോചിച്ചില്ല, എങ്ങനെയും കിട്ടും, എൻജിനീയറിങ് മാർക്ക് കുറവാണ്, 60% ഉള്ളൂ. 63% അന്ന് യൂണിവേഴ്സിറ്റി ലെവലിൽ 64%. അപ്പോൾ 62% വരെ ആളുകൾക്ക് എൻജിനീയറിങ് കിട്ടും എന്നുള്ളത്. അന്ന് എൻജിനീയറിങ് കോളേജ്, പ്രൈവറ്റ് കോളേജസ് ഒന്നും ഇല്ലാത്ത ടൈമില്ലല്ലേ. അപ്പോൾ ഇവന് കിട്ടത്തിൽ തന്നെ എൻ്റെ അച്ഛൻ പറയായിരുന്നു 60%, 60.5% ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. നീ ഒന്നിച്ചേ അവിടെ ടെക്നോളജി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് ഫിലിം ടെക്നോളജി പഠിയിട്ടാണ്. ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ അടുത്ത് ഫിലിം ടെക്നോളജി, എൻ്റെ ഒരു ഫ്രണ്ട് നടരാജപിള്ള എന്ന ഒരാളുണ്ട് നാഗർകോവിൽ. അയാൾ അവിടെ സിനിമോട്ടോഗ്രാഫിന്ന് ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി, ഇപ്പം വെളിയെ വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സിനിമോട്ടോഗ്രാഫി ഞാൻ കേട്ടിട്ടില്ല. ഫോട്ടോഗ്രാഫി അറിയാം, സിനിമോട്ടോഗ്രാഫി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്നാലും ആപ്ലിക്കേഷൻ ഉണ്ട്, നോക്കാം നമുക്കെന്ന് പോകാം. അങ്ങനെ ഞാൻ സിനിമോട്ടോഗ്രാഫി കോഴ്സ് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ അഡ്രസ്സിൽ കത്തയച്ച് ആപ്ലിക്കേഷൻ വന്നു. അത് കാറ്ററിംഗ് ടെക്നോളജി, ലെതർ ടെക്നോളജി, കെമിക്കൽ ടെക്നോളജി, ലെതർ ടെക്നോളജി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആപ്ലിക്കേഷൻ കൊടുത്ത്. ഇത് കാമരാജർ തുടങ്ങി വെച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 14 ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്യാമ്പസിൽ. അന്ന് ചരിത്രത്തിൽ അത് റെക്കോർഡാണ്. ഇന്ത്യയിലെ എവിടെയും ഇല്ലാത്ത ഒരു സാധനം. കാമരാജർ അന്ന് CM ആയിരിക്കുമ്പോൾ, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇനി വരുന്ന ജനറേഷൻ എല്ലാം പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 14 ഇൻസ്റ്റിറ്റ്യൂട്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അന്നത്തെ ന്യൂ ജനറേഷൻ ബിഹേവിയർ പോലെ പുള്ളി അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി വെച്ച ഒരു ക്യാമ്പസാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം ഇരിക്കുന്നത് അടയാർ, ചെന്നൈയിലെ അടയാർ ടെറമണി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത്. അങ്ങനെ ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്ലിക്കേഷൻ എല്ലാം 5 ആപ്ലിക്കേഷൻ അയച്ചു. ഫസ്റ്റ് എനിക്ക് ഇൻ്റർവ്യൂ വന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഫിലിം ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി. അപ്പോൾ ഇൻ്റർവ്യൂ പോയി. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, ഈ സിനിമോട്ടോഗ്രാഫി എന്താണ്. പിന്നെ താഴെ നോക്കുമ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്, സൗണ്ട് റെക്കോർഡിങ്ങിനുണ്ട്. അത് കൊള്ളാമല്ലോ, അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഒരു മനസ്സിൽ വന്നു. അപ്പോൾ അതിൻ്റെ പ്രിഫറൻസും ഞാൻ കൊടുത്തിരുന്നു. ഫസ്റ്റ് പ്രിഫറൻസിൽ സൗണ്ട് റെക്കോർഡിസ്റ്റ്, സെക്കൻഡ് പ്രിഫറൻസിൽ സിനിമോട്ടോഗ്രാഫി എന്ന്. അപ്പോൾ ഇൻ്റർവ്യൂ വന്നപ്പോൾ അവിടെ നോക്കുമ്പോൾ 5 സീറ്റേ ഉള്ളൂ ഒരു കോഴ്സിന്. പക്ഷെ മൊത്തം ഒരു 300-400 പേര് അവിടെ. ഭയങ്കര ക്രൗഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഇത്ര ക്രൗഡുണ്ടോ, ഇത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞെന്ന്. അപ്പോഴാണ് അറിയുന്നത് ഈ കോഴ്സ് ഭയങ്കര കോമ്പറ്റീഷനുണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി ഇരിക്കുന്നത് ഇവിടെ മാത്രമേ. പിന്നെ ബാംഗ്ലൂരിലെ SJ പോളിടെക്നിക് എന്ന് പറയാം. പക്ഷേ അതെപ്പറ്റി അധികം കേട്ടിട്ടില്ലായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത് ഇന്ത്യയിലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടും. അങ്ങനെ ഇൻ്റർവ്യൂ പോയി. അന്നത്തെ ഫേമസ് സിനിമോട്ടോഗ്രാഫേഴ്സ്, AS പ്രകാശ് എന്ന് പറയുന്ന സിനിമോട്ടോഗ്രാഫർ, എല്ലാം ടോപ്പിലിരുന്ന സിനിമോട്ടോഗ്രാഫേഴ്സാണ് ഇൻ്റർവ്യൂവിലിരിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് ബ്രീഫ് സിനിമോട്ടോഗ്രാഫി എന്താണെന്ന് പലയിടത്തും കേട്ടിട്ടും അച്ഛന് എനിക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം എന്താ സൗണ്ട് ഇത് പ്രിഫറൻസ് ഫസ്റ്റ് ഇട്ടിരിക്കാനും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ചിലപ്പോൾ ഇത് കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ സൗണ്ട് കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് സിനിമോട്ടോഗ്രാഫി പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമോട്ടോഗ്രാഫി തന്നെ സെലക്ട് ചെയ്ത വരത്തില്ലേന്ന് ചോദിച്ചു ഒരു ബോർഡ് മെമ്പർ. തീർച്ചയായിട്ടും വരാൻ. പക്ഷേ എന്താ ആൻസർ ചെയ്തെന്ന് എനിക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, മാത്സിലെ ക്വസ്റ്റ്യൻ, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് മസ്റ്റ്. 3ലെ 2 സബ്ജക്റ്റ് മസ്റ്റായിരുന്നു. കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു, ഫിസിക്സ്, 2ഉം ഞാൻ ആൻസർ ചെയ്തു എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. ഈവനിങ് തന്നെ പ്രിൻസിപ്പാൾ വിളിച്ച് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞ അഴകപ്പൻ ഒരാൾ സെലക്റ്റായത്. സൂര്യ കൃഷ്ണമൂർത്തിയുടെ ബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ. എന്തായെന്ന് ചോദിച്ചപ്പം സെലക്റ്റായി. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നു. അങ്ങനെ ഭയങ്കര ത്രില്ലായി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ കാറ്ററിംഗ് ടെക്നോളജീൻ്റെ ഇൻ്റർവ്യൂ വരുന്നു. അപ്പോൾ അത് വിട്ടു. അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി ഫസ്റ്റ് കോഴ്സ് എല്ലാമേ ഓറിയൻറ്റേഷനായിരുന്നു. സൗണ്ട് എഡിറ്റിംഗ്, ക്യാമറ, ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഫോട്ടോഗ്രാഫിയാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ മൂവി ക്യാമറ അല്ല, ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുന്നത്.
പക്ഷെ ഒരേ കൺഫ്യൂഷൻസ് ഉണ്ടായി. എന്ത് ഒരു റോങ്ങായിട്ട് വന്ന് പെട്ടുപോയോ, ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം വളരെ സിനിമയായിട്ട് ഭയങ്കര ക്ലോസ് അടുപ്പമില്ല. സിനിമ കാണും, ശിവാജി ഗണേശൻ, MGR അവരുടെ പടങ്ങൾ കാണാം, അല്ലാതെ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല സിനിമ. അങ്ങനെ പോയി ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ശരിക്ക് ഞാൻ ഭയങ്കര വീക്ക് സ്റ്റുഡൻ്റായിട്ട് തന്നെ ഇരുന്നു അവിടെ. എന്നെക്കാട്ടിൽ കൂടെ പഠിച്ച എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന 2 പേരുണ്ടായിരുന്നു. അവർ 2 നല്ല ബ്രില്യൻ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരാൾ സിനിമയായിട്ട് ഭയങ്കര കണക്റ്റഡ്, ഒരു ഫേമസ് MMR എന്ന് അന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലറായിരിക്കുന്ന സൗണ്ട് സിസ്റ്റം. ഇപ്പം നെഹ്റു അവർ എല്ലാ VIP വന്നാലും അവർക്ക് PS സിസ്റ്റം ഇടുന്നത്, ത്യാഗരാജ ഫെസ്റ്റിവൽ PS സിസ്റ്റം ഇടുന്നത് എല്ലാം അവരുടെ ഫാമിലിയാണ്. അപ്പോൾ അയാൾക്കും സിനിമയെ പറ്റി കുറച്ച് നോളജ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഒബ്സർവേഷൻ മാത്രം എന്നെ കൊണ്ട് പറ്റി. അപ്പോൾ ഞാൻ ഉള്ളിൽ പേടിയുണ്ട്, കുറച്ച് ഇൻട്രോവേർട്ട് പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്, ഇവൻ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ ഉള്ള ലെവലായി. പിന്നെ സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ ഒരു പ്രാക്ടിക്കൽ മൂവി ക്യാമറയെ പറ്റി പഠിപ്പിക്കുന്നു. മൂവി ക്യാമറ പഠിപ്പിക്കുമ്പോഴാണ് അപ്പോഴാണ് എനിക്കൊരു കുറച്ച് ഇത് എന്തോ പുതുമ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത് തോന്നി. അപ്പോഴേക്ക് എന്തായി, ആദ്യം ഒരു പ്രാക്ടിക്കൽ ചെയ്യാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു ഷോർട്ട് ഷൂട്ടിംഗ് ചെയ്യണം പറഞ്ഞിട്ട് നമുക്കൊരു എല്ലാത്തും ഒരു പ്രാക്ടിക്കലിൽ ഒരു 5 ഡയറക്ടറിൽ ഒരു ഡയറക്ടർ വിട്ടുപോയി. അപ്പോൾ 4 ഡയറക്ടറായി, 5 സിനിമാറ്റോഗ്രാഫറും 4 ഡയറക്ടറും 5 സൗണ്ട് റെക്കോർഡിസ്റ്റും അങ്ങനെയൊക്കെ. ഇപ്പോൾ പ്രാക്ടിക്കൽ വന്നപ്പം 4 ഡയറക്ടേഴ്സ് 4 സിനിമാറ്റോഗ്രാഫേഴ്സ് സെലക്ട് ചെയ്തു. എന്നെ ആർക്കും വേണ്ട, കാരണം ഞാൻ ആൾറെഡി ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു ബാക്ക് അടിച്ച് നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ പഠിച്ചതൊക്കെ തമിഴ് മീഡിയം, അതുകൊണ്ട് അതിലും വീക്കായിരുന്നു. അപ്പോൾ എന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഞാൻ ഐസൊലേറ്റഡായി. അവിടെ നല്ലൊരു ടീം വർക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തും, അവിടെ പോകും. പക്ഷേ ഞാൻ അവിടെ ജോയിൻ ചെയ്യുമല്ലാതെ എനിക്കൊന്നും ഒരു ഡയറക്ടർ അവിടെ വെച്ച് ചൂസ്. ആൾക്കൊരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരാൾ പകുതിയിൽ വിട്ടിട്ട് പോയതുകൊണ്ട്, ഫസ്റ്റ് ഇയറിൽ വിട്ടിട്ട് പോയതുകൊണ്ട് ഡയറക്ടർ ഇല്ലാതായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പിന്നെ എൻ്റെ പഠിപ്പിക്കുന്ന അറസ് സാറാണ് എനിക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടേയിരുന്നത്. പുള്ളിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് ഇങ്ങനെ ബാക്കടിച്ച് വിട്ടു പോകുമെന്നൊരു ഇതുണ്ടായി. പുള്ളിക്ക് എന്തോ തോന്നി, എന്നെ കുറച്ച് സോഫ്റ്റ് കോർണറിൽ പോയി ക്യാമറ ഒക്കെ കൂടുതലാണ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്ലോലി പിന്നെ ലൈബ്രറി സ്റ്റഡീസ്, ലൈബ്രറിയിൽ പോയാൽ ഭയങ്കര ക്യൂ ഉണ്ടാവും. ഇന്ന് നമ്മൾക്ക് ഇൻ്റർനെറ്റിൽ എന്ത് ക്യാമറ എവിടെ, ലോകത്തിലെ എവിടെ ഫസ്റ്റ് സെയിൽസ് നടന്നത് എവിടെയാണ് എല്ലാം നോക്കാൻ പറ്റും. അന്ന് ലൈബ്രറിയിൽ പോയി ക്യൂവിൽ നിൽക്കണം. കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ഉണ്ട്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ഉണ്ട്, തേർഡ് ഇയർ സ്റ്റുഡൻറ്റ്. ഞാൻ അപ്പോൾ സെക്കൻഡ് ഇയർ വന്നപ്പം ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് പ്രിഫറൻസ് റീഡിങ്. അപ്പോൾ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ, സിനിമാറ്റോഗ്രാഫി ചെയ്ത് ബുക്ക് ഉണ്ടെങ്കിലും അവർ വായിച്ച് അവർ കൊടുക്കുന്ന ടൈമിൽ അവിടെ വേറെ ആൾ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ടൈമിൽ 3 മണി തൊട്ട് 4 മണി വരെ പറഞ്ഞാൽ അത് മിസ്സാവും. അപ്പോൾ ലൈബ്രറിയും പറയാം ഇന്ന് ബുക്കിംഗ് ടൈമില്ല, നാളെ ബുക്ക് ചെയ്തോളം പറയാം. അടുത്ത ദിവസം പോകുമ്പോൾ 12 മണിക്ക് ഞാൻ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ 12 മണിക്ക് ക്ലാസ് ആയിരിക്കും, ചിലപ്പം വായിക്കാൻ പറ്റില്ല. ഇത് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പേടിയാണ്, ആരുടെടുത്തും ഡൗട്ട് ചോദിക്കാൻ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഹിഡനായിട്ട് ജീവിച്ച ഒരാളാണ്. സെക്കൻഡ് ഇയർ വരുമ്പോൾ ആൾക്കൊരു സോങ് പിക്ചറൈസേഷൻ എക്സസൈസ് വന്നു. അപ്പം ഈച്ച് പീപ്പിൾ ക്യാൻ ഡു ദ സോങ് പിക്ചറൈസേഷൻ വന്നിട്ട് അത് നമ്മുടെ ഒരു പ്രാക്ടിക്കലായിട്ട് അതൊരു ചാലഞ്ചിങ് ആണ്. അപ്പോൾ ആണ് ക്യാമറ ഓപ്പറേഷൻ. അതിന് മുമ്പ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാക്ടിക്കലിക്ക് കശ്മീരി എൻ്റെ ഒരു കൂടെ പഠിച്ച മിർസ എന്ന് ഒരാളുണ്ടായിരുന്നു, മിർസ. അവൻ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു ഷോർട്ട് സ്റ്റോറി ചെയ്യണം, അഴകപ്പൻ ക്യാമറ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനും അവനും ചെയ്തത് ഒരു ടോക്ക് ഉണ്ടാക്കി. അതിൻ്റെ വിഷ്വൽ നന്നായിരുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് നന്നായിരുന്നു, അതിൻ്റെ ഒരു ക്യാമറ മൂവ്മെൻ്റൊക്കെ നന്നായിരുന്നു. പക്ഷേ അത് കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്തതാണ്. പക്ഷേ അത് അപ്രീഷിയേഷൻ കിട്ടിയപ്പം കോൺഫിഡൻസ് കൂടി. അപ്പോൾ എൻ്റെ പ്രൊഫസർ, എൻ്റെ അറസ് സാർ വന്ന് പറഞ്ഞു. പിന്നെ റോബർട്ട് എന്നൊരു സാറുണ്ടായിരുന്നു. റോബർട്ട് വന്നിട്ട് എൻ്റെ തോഴ തട്ടിയിട്ട് അഴകപ്പ നല്ല വർക്കാണ്,
കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞു. അറസ് സാറും പറഞ്ഞ് നല്ല എക്സ്പോഷർ, നല്ല കോമ്പോസിഷൻ എന്നൊക്കെ. ഈ 2 വാക്ക് കേട്ടപ്പം ഓക്കെ, ഹാപ്പിയായി. അങ്ങനെ മിർസയുടെ പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മിർസ ഗുലാം അലി അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ആ പാട്ടെന്ന് പറയുന്നത് ഒരു സൗണ്ട് ട്രാക്ക് നമ്മൾ എടുത്തിട്ട് അത് എനാക്ട് ചെയ്യണം ലോക്കൽ ആക്ട്രസ് വെച്ചിട്ട്. അപ്പം പുള്ളി പറഞ്ഞ് എനിക്ക് ഹിന്ദി പാട്ടാണ് കംഫർട്ടബിൾ, അതപ്പം ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ ടേക്ക് എ ഹിന്ദി സോങ്. അങ്ങനെ നമ്മൾ ജൂട്ട് പോല കവ്വാ കാട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അന്ന് ജൂലി എന്നൊരു പടത്തിൽ, ബോബി എന്നൊരു പടത്തിലിരുന്ന ഹിറ്റായ പാട്ടാണ്. അത് ട്രാക്ക് എടുത്തിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുക. അതേ തന്നെ ആ ട്രാക്ക് അഭിനയിക്കുന്നത് ലോക്കൽ ആർട്ടിസ്റ്റായിരിക്കും. നമ്മുടെ അവിടെ ലോക്കലായിട്ട് മെഡ്രാസിൽ അവൈലബിൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് അഭിനയിച്ച് അത് നമ്മുടെ ക്യാമറ എക്സസൈസും ഡയറക്ഷൻ എക്സസൈസുമാണ്. അങ്ങനെ ആ പാട്ട് ചെയ്യാൻ തീരുമാനിച്ച് അപ്പോഴാണ് ഒരു ആക്ടർ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിരിക്കും പറഞ്ഞിട്ട് ഞാൻ സജഷൻ പറയും. മിർസ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോയി കോടമ്പാക്കം പോയി തപ്പി നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞ് ഒരു ജമില മാലിക് എന്നൊരു പെൺകുട്ടിയുണ്ട്, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭയങ്കര ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റാണ്. ഇവിടെ വന്ന് തമിഴ് സിനിമയിൽ ട്രൈ ചെയ്തുകൊണ്ട് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവരെ പോയി അപ്രോച്ച് ചെയ്ത് നോക്കുക, ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കോപ്പറേഷൻ നടക്കുന്നു. അങ്ങനെ ഞാനും പുള്ളിയും പോയി, മിർസാവും ഞാനും പോയിട്ട് അവിടെ അടുത്ത് ചോദിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ നാഗർകോയിലാണ്, ഇത് കശ്മീരിയാണ്, അപ്പോൾ കന്യാകുമാരി കാശ്മീർ ഒന്ന് ചേർന്നാണ് വന്നിരിക്കാൻ പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങളുടെ കോമ്പിനേഷൻ, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ കശ്മീരിയാണ്, ഞാൻ കന്യാകുമാരിയാണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ജമീല പറഞ്ഞു ഓക്കെ ഐ വിൽ ഡു ഇറ്റ്, കാരണം ഐ എം ഓൾസോ ഫ്രം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അങ്ങനെ ജമീല മാലിക് വന്നു, അത് അഭിനയിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലേ നടന്നു. ഞാൻ എത്രാം തീയതി ഷൂട്ടിംഗ് ചോദിച്ചപ്പോൾ 9-ാം തീയതി ഷൂട്ടിങ്ങിന് നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മൾ ലൊക്കേഷൻ എല്ലാം സ്പോട്ട് ചെയ്ത് നമുക്കൊരു ബഡ്ജറ്റുണ്ട്, ആ ബഡ്ജറ്റിൽ എല്ലാം ചെയ്യാൻ പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിഡേ വന്നപ്പം ഹൈദരാബാദിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കശ്മീർ പോകുമ്പോൾ പോയ ഒരു സിസ്റ്ററുണ്ട്, എൻ്റെ ഓൺ സിസ്റ്റർ. അവരുടെ വീട്ടിലേക്ക് ഹോളിഡേ പോയിരുന്നു. അളിയൻ വന്ന് MES എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്ത് മിർസ എല്ലാവരും പേടിപ്പിച്ചിട്ട് അഴകപ്പൻ പണിയൊന്നും അധികം അറിയത്തില്ല. സോ അതുകൊണ്ട് എന്താ ചെയ്യുക, വേറൊരു ക്യാമറമാൻ്റെ പേര് പറഞ്ഞിട്ട് അയാളെ വെച്ചിട്ട് ചെയ്യുക, നിൻ്റെ ഫസ്റ്റ് എക്സസൈസ് അല്ലേന്ന്. അപ്പോൾ അഴകപ്പൻ വരുമ്പോൾ എന്ത് പറയാന്ന്, പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോ. അപ്പോൾ 9-ാം തീയതി പറയുന്നത് 7-ാം തീയതി തുടങ്ങുക. അപ്പം പുള്ളി 9-ൽ വരും, അപ്പം പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങേണ്ടത്. അപ്പം ഇവർ ഒരു മാനിപ്പുലേഷൻ ചെയ്ത് അത് പ്രിയറാക്കി. ഇത് എനിക്ക് ഇവിടെ നിന്ന് ഹോസ്റ്റലിലിരുന്ന് ഒരു ഫോൺ കാൾ, ഞാൻ എമർജൻസിക്ക് ഒരു ഫോൺ കാൾ കൊടുത്തിട്ട് പോയി അളിയൻ്റെ. അപ്പോൾ എനിക്ക് രാത്രി ഒരു ഫോൺ വരുന്നു, അഴകപ്പൻ എവിടെ ഉണ്ടെന്ന്. ഞാൻ സെക്കൻഡറാബാദിലുണ്ട്. ഉടനെ പുറപ്പെട്ട് കിട്ടുന്ന ബസ്സിലെ പിടിച്ച് ഓടിവാ, എന്ത് പറ്റി, എൻ്റെ പാട്ട് ഇവിടെ നിന്ന് മോഷണം പോകാൻ വന്ന് നിൻ്റെ പ്രാക്ടിക്കൽ ഇല്ലാതാക്കുന്നു. അതിൽ മറ്റേ ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്, അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പാടില്ല, അത് ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫറുടെ. അപ്പോൾ ആ പുള്ളി ഇത് ചെയ്ത സപ്പോർട്ടേജാണ്, യു ജസ്റ്റ് കം ഇമ്മീഡിയറ്റ്ലി എന്ന്. അങ്ങനെ ഞാൻ ഉറക്കമൊന്നുമില്ല, രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ബസ് കയറി വിശാഖപട്ടണം വന്ന് എവിടെയൊക്കെ വന്നെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ 2-3 ബസ് കയറി ഞാൻ ചെന്നൈയിൽ വന്ന് രാവിലെ വന്നിട്ട് ഹോസ്റ്റലിലെത്തി, ഇന്ന് കുളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഓടിപ്പോ, അവിടെ പാട്ട് തുടങ്ങാൻ പോകുന്നു. 8:30 മണിക്കാണ് അവർ ഇന്ന് തുടങ്ങാൻ വെച്ചിരിക്കാൻ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ കഴിക്കാതെ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓടിപ്പോയിട്ട് അവിടെ ക്യാമറയുടെ പിന്നിൽ പോയി കൈ കെട്ടി നിന്നു. ഈ ക്യാമറാമാൻ റിഹേഴ്സൽ നോക്കിക്കൊണ്ടിരിക്കുക, ജമീല മാലിക് ഫ്രണ്ടിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സൈഡിൽ മിർസ നിൽക്കുകയാണ്. ആരും എന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ സൈലൻ്റായി പോയി നിന്നു. അപ്പോൾ എന്നെ വിളിച്ചത് മണിവണ്ണൻ എന്നൊരു സൗണ്ട് റെക്കോർഡിസ്റ്റ്, എൻ്റെ സീനിയറാണ് എന്നെ വിളിപ്പിച്ചത്. അപ്പോൾ ഞാൻ സൈലൻ്റ് അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്ത് ഇങ്ങനെ സൈലൻ്റാണ് നിൽക്കുന്നത്. ഇവർ ഷോട്ട് എടുത്തില്ല, ഈ നാരിയൽ മറ്റേ ഇത് കാണിച്ചിട്ട് മറ്റേ തേങ്ങ കാണിച്ചിട്ട് ഒരു പൂജ ഉണ്ട്, ആ പൂജ ചെയ്തു. അവർ മാറി എല്ലാവരും ഉണ്ട്. അപ്പോൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ട് റിഹേഴ്സൽ എടുക്കാൻ റെഡി ആയിരിക്കുമ്പോൾ ജമീലാൽ എന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ച്, ഞാൻ ബാക്കിൽ നിൽക്കുന്നത് കണ്ടിട്ട്
യു ആർ നോട്ട് ഡൂയിങ് എന്ന് ചോദിച്ചു. എല്ലാം ഷോക്കായിട്ട് എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്യാമറയിലിരുന്ന ആൾ ചാടി, അഴകപ്പൻ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു, വെയർ ആർ യു? ഞാൻ പറഞ്ഞു 9-ാം തീയതിയിലാണ് ചെയ്യേണ്ടത്, ഇന്ന് 7-ാം തീയതി ഹൈറ്റേ ഉള്ളൂ. അത് പറഞ്ഞ് മിർസ ഭയങ്കര ചമ്മലായിപ്പോയി. ഞാൻ സൈലൻ്റ് അത് വാച്ച് ചെയ്ത് ചിരിച്ചു. റിപ്ലൈ ജമീലാക്ക് മാത്രം കൊടുത്ത്, ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു മലയാളത്തിൽ. അപ്പം ജമീല ഇങ്ങനെ എന്നിട്ട് ഇനോ മലയാളം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് കൈ കാണിച്ചു. എന്നിട്ട് മിർസ ഒന്ന്, ഐ എം സോറി അഴകപ്പൻ, യു ആർ നോട്ട് വെൽ, സംബഡി ടോൾഡ് മീ എന്നൊക്കെ പറഞ്ഞു. നോ ഇറ്റ്സ് ഓക്കെ, ഐ എം വെൽ, ടെൽ മീ ദ ഷോട്ട് വാട്ട് യു പ്ലാൻഡ് എന്ന്. അപ്പം ഈ ഇരുന്ന ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ, അന്ന് നമ്മൾ ക്യാമറമാൻ പറയാൻ കാരണം സ്റ്റുഡൻറ്റാണ്, പുള്ളി എണീറ്റ് ഇങ്ങനെ നടന്ന് ഒന്നും മിണ്ടാതെ പോയി, നടന്ന് വാക്കൗട്ട്. അപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്ന ആളാണ്, എൻ്റെ അസിസ്റ്റ് ചെയ്യാനിരുന്ന ആളാണ്, അവിടെ നിന്ന് വന്നിട്ട് കൈ തന്നിട്ട് അയാളുടെ പേരാണ് ആറുമുഖം. ഫീച്ചറിൽ ഞങ്ങൾ 2 ഫീച്ചർ ഫിലിം ഒരുമിച്ച് ചെയ്ത ക്യാമറമാനാണ്. അഴകപ്പനെ എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റിഹേഴ്സൽ നോക്കണം പറഞ്ഞ് റിഹേഴ്സൽ നോക്കി. അങ്ങനെ ആ പാട്ട് ജൂട്ട് പോല കവ കട്ടെ എന്ന് പറയുന്ന 5 മിനിറ്റ് സോങ് ഞങ്ങൾ 4 മിനിറ്റ് മാത്രം ട്രാക്ക് ഉപയോഗിച്ച് ആ പാട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് എല്ലാ എക്സസൈസും പ്രിവ്യൂ നടത്തും. ഓഡിറ്റോറിയത്തിൽ എല്ലാ സ്റ്റുഡൻസ് വെച്ചു. അപ്പോൾ സീനിയേഴ്സ് വരും. ഇന്ന് ഇവിടെ നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോർജ് കിത്തു എന്ന് പറയുന്ന, മലയാളത്തിലുള്ള ജോർജ് കിത്തു, ഭരതൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നതാണ്. ഇപ്പം ഈസ് നോട്ട് വെൽ. അപ്പം പുള്ളി ആദ്യം പടമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആധാറാം ഒരു ഫിലിം മാത്രം ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ തോപ്പിൽ ബാസി സാറുടെ മകൻ അജയൻ, പിന്നെ ചെറിയാൻ എന്ന് പറയുന്ന മനോരമയുടെ ചീഫ് ക്യാമറമാൻ, മണിയമ്പിള്ള രാജു, പിന്നെ ഹരികുമാർ എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. അങ്ങനെ എൻ്റെ ജൂനിയർ സീനിയർ എല്ലാം ചേർന്ന് ഒരുമിച്ചിരുന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ ഫസ്റ്റ് കോപ്പി കാണാൻ പോകുന്നു, എല്ലാവരും എഡിറ്റഡാണ്. ഫസ്റ്റ് കോപ്പി ഞാൻ കണ്ടു, പക്ഷേ ഇവർക്ക് പ്രിവ്യൂ വയ്ക്കുന്നു. ഞാൻ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻട്രോവേർട്ടായിട്ടും ഭയങ്കര സൈലൻ്റായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ക്യാമറമാൻ, ഒരു എക്സ്പ്രസ് അധികം ചെയ്യാൻ അറിയില്ല അങ്ങനെ. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഷിവറിങ് ആയി, പനി പോലെ വന്നു. എന്ത് പറയാനാണ്, എഴുന്നേറ്റ് നിന്ന് ഒരു ക്ലാപ്സ്, നല്ല ക്ലാപ്സ്. മാത്രമല്ല എല്ലാവരും ഓടി വന്ന് കൈ തന്നു. മണിയമ്പിള്ള, എവറിബഡി, എല്ലാവരും ഭയങ്കര അപ്രിഷ്യേഷൻ ചെയ്ത്, കലക്കിയല്ലോ എന്ന്. അന്ന് ആ വാക്കല്ല, വേറെ ഒരു തമിഴിലെ ഒരു വാക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും തമ്പി സൂപ്പറിനൊക്കെ പറഞ്ഞിട്ട് അന്ന് കിട്ടി ഒരു കോൺഫിഡൻസ്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ക്യാമറയുടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച്. അവിടെ ഞാൻ ക്യാമറ ഫുള്ള് കോൺസെൻട്രേഷൻ അവിടെയാണ്. ഒരു നോർമൽ ലെൻസ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എംജിആർ എന്ത് ചെയ്യുമെന്നുള്ളത്. കാരണം പുള്ളി പറഞ്ഞാൽ അത് എന്തെങ്കിലും ആക്ഷൻ വരുമ്പോൾ മാത്രം റോൾ ചെയ്താൽ മതി, ഫിലിം റോൾ ചെയ്താൽ മതി, അല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് എംജിആർ എണീറ്റപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ക്യാമറ. അസിസ്റ്റൻറ്റ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തെന്ന്. അങ്ങനെ ഫിലിം റോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാൻ ചെയ്തപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു പാരപ്പറ്റ് ഉണ്ടായിരുന്നു, അത് ചാടിയും ആ മുണ്ടും എടുത്തിട്ട് അത് ഒരു സ്റ്റൈൽ, സിനിമയിൽ ചെയ്യുന്ന പോലെ സ്റ്റൈൽ ചെയ്തു. അത് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് സ്റ്റേജിൽ തന്നെ ഇങ്ങനെ വെച്ചപ്പോൾ ആ കുട്ടി കരച്ചിൽ നൃത്തവും ചെയ്തു.